എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളി. വെള്ളിയാണ് വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം. ഭൂമിയിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? തൃശ്ശൂർ പൂരം. ഭൂമിയിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് തൃശ്ശൂർ പൂരത്തിനെയായിരുന്നു. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റയാണ് ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. കായിക രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറാണ് കായിക രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറസ് സ്പോർട്സ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഖനികളിലെ പൊടി നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം ക്ലോറൈഡ്. ഖനികളിലെ പൊടി നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ക്ലോറൈഡ്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഏക പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വം. ചുവന്ന രക്താണുക്കളുടെ ശരാശരി ആയുർദൈർഘ്യം 120 ദിവസം. ചുവന്ന രക്താണുക്കളുടെ ശരാശരി ആയുർദൈർഘ്യം 120 ദിവസമാണ്. ഗുരുത്വാകർഷണ ബലം കൂടുതലായതിനാൽ വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം, ജൂപ്പിറ്റർ. ഗുരുത്വാകർഷണ ബലം കൂടുതലായതിനാൽ വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. മിലേ സുർ മേരാ തുമാര എന്ന ഗാനം രചിച്ച വ്യക്തി പീയൂഷ് പാണ്ഡെ. പീയൂഷ് പാണ്ഡെയാണ് മിലേ സുർ മേരാ തുമാര എന്ന ഗാനം രചിച്ച വ്യക്തി. എണ്ണ മലിനീകരണം ശുദ്ധീകരിക്കാൻ കഴിവുള്ള സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആനന്ദ് മോഹൻ ചക്രബർത്തി. ആനന്ദ് മോഹൻ ചക്രബർത്തിയാണ് എണ്ണ മലിനീകരണം ശുദ്ധീകരിക്കാൻ കഴിവുള്ള സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ. ഗാഡ്ഗിൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി കസ്തൂരി രംഗൻ കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റിയായിരുന്നു കസ്തൂരി രംഗൻ കമ്മിറ്റി. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ ചെയർമാൻ മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിലാണ് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ ചെയർമാൻ. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഗാഡ്ഗിൽ കമ്മീഷൻ. ഗാഡ്ഗിൽ കമ്മീഷനാണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ. പ്രകൃത്യാലുള്ള സ്വാഭാവിക വനം നശിപ്പിച്ച് പകരം കൂടുതൽ വില കിട്ടുന്ന തേക്കുമരങ്ങൾ വളർത്താൻ തീരുമാനിച്ച പദ്ധതിക്കെതിരെ രൂപീകൃതമായ സംഘടന ജംഗൾ ബച്ചാവോ ആന്തോളൻ. പ്രകൃത്യാലുള്ള സ്വാഭാവിക വനം നശിപ്പിച്ച് പകരം കൂടുതൽ വില കിട്ടുന്ന തേക്കുമരങ്ങൾ വളർത്താൻ തീരുമാനിച്ച പദ്ധതിക്കെതിരെ രൂപീകൃതമായ സംഘടനയാണ് ജംഗൾ ബച്ചാവോ ആന്തോളൻ. നർമ്മദ നദിയിലെ വിവിധോദ്ദേശ അണക്കെട്ടായ നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ രൂപം കൊണ്ട സംഘടന നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ നദിയിലെ വിവിധോദ്ദേശ അണക്കെട്ടായ നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ രൂപം കൊണ്ട സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി കർണാടകയിൽ 1983 നിലവിൽ വന്ന പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി കർണാടകയിൽ 1983 നിലവിൽ വന്ന പ്രസ്ഥാനമായിരുന്നു അപ്പിക്കോ പ്രസ്ഥാനം. കേരളത്തിലെ സൈലന്റ് വാലി ഉഷ്ണമേഖല ഹരിതവന സംരക്ഷണത്തിനു വേണ്ടി 1973 രൂപം കൊണ്ട സമരസമിതി സൈലന്റ് വാലി സംരക്ഷണ സമിതി. കേരളത്തിലെ സൈലന്റ് വാലി ഉഷ്ണമേഖല ഹരിതവന സംരക്ഷണത്തിനു വേണ്ടി 1973 രൂപം കൊണ്ട സമിതിയായിരുന്നു സൈലന്റ് വാലി സംരക്ഷണ സമിതി. 1973 വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിനെതിരെ
കർഷകരും ഗ്രാമീണ ജനങ്ങളും ഒത്തുചേർന്ന് നടത്തിയ അക്രമരഹിത സമരം ചിപ്കോ മൂവ്മെൻറ്റ്. 1973 വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിനെതിരെ കർഷകരും ഗ്രാമീണ ജനങ്ങളും ഒത്തുചേർന്ന് നടത്തിയ അക്രമരഹിത സമരമായിരുന്നു ചിപ്കോ മൂവ്മെൻറ്റ്. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിലെ ഏറ്റവും പുരാതനമായ വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ എഥനോൾ. മുറിവുകളും സിറിഞ്ചുകളും അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോളാണ് എഥനോൾ. ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് പൊട്ടാഷ് ഗ്ലാസ്. ഹാർഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് പൊട്ടാഷ് ഗ്ലാസ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് എന്നാണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെന്റ് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 112. വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെന്റ് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 112. ഏത് രാജ്യത്തെ മാതൃകയാക്കിയാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനം രൂപപ്പെടുത്തിയിരിക്കുന്നത്? കാനഡ. കാനഡയെ മാതൃകയാക്കിയാണ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനം രൂപപ്പെടുത്തിയിരിക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത്. സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണർ. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം കരോട്ടിൻ. കരോട്ടിനാണ് പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. തകഴിയുടെ കയർ എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് എൻ ശ്രീകണ്ഠൻ നായർ. തകഴിയുടെ കയർ എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് എൻ ശ്രീകണ്ഠൻ നായരാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീമൻ നാരായൺ അഗർവാൾ. 1944 ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് ശ്രീമൻ നാരായൺ അഗർവാൾ. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനത്തിലായിരുന്നു സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്തത്. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്? പി വി നരസിംഹറാവു ഗവൺമെൻറ്. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് പി വി നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുക ദേശീയ വരുമാനം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് പി സി മഹലനോബിസ്. കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് പി സി മഹലനോബിസ് ആയിരുന്നു. ഭരണഘടനയുടെ 279A വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനം GST കൗൺസിൽ. ഭരണഘടനയുടെ 279A വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് GST കൗൺസിൽ. കടുവകളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം 1973 ഏപ്രിൽ 1. കടുവകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം
1973 ഏപ്രിൽ 1. കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം ഇന്ത്യയിൽ ആനകളുടെ സംരക്ഷണത്തിന് ആവിഷ്കരിച്ച പദ്ധതി പ്രോജക്റ്റ് എലിഫന്റ്. കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം ഇന്ത്യയിൽ ആനകളുടെ സംരക്ഷണത്തിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് എലിഫന്റ്. AI സുരക്ഷയുമായി ബന്ധപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടി ബ്ലച്ചലി ഉടമ്പടി. ബ്ലച്ചലി ഉടമ്പടിയാണ് AI സുരക്ഷയുമായി ബന്ധപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടി. ചന്തുമേനോൻ രചിച്ച അപൂർണ കൃതി ശാരദ. ചന്തുമേനോൻ രചിച്ച ഒരു അപൂർണ കൃതിയാണ് ശാരദ. പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന N. മോഹനൻ്റെ നോവൽ ഇന്നലത്തെ മഴ. പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥ പറയുന്ന N. മോഹനൻ്റെ നോവലാണ് ഇന്നലത്തെ മഴ. ഗീതാ ഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച വിവർത്തനം ദേവഗീത. ഗീതാ ഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച വിവർത്തനമായിരുന്നു ദേവഗീത. ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി അക്ഷരം. ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയായിരുന്നു അക്ഷരം. NN കക്കാടിൻ്റെ വയലാർ അവാർഡ് നേടിയ കൃതി സഫലമീ യാത്ര. NN കക്കാടിൻ്റെ വയലാർ അവാർഡ് നേടിയ കൃതിയാണ് സഫലമീ യാത്ര. ആരെയും അനുകരിക്കാത്ത ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്നറിയപ്പെടുന്നത് ഉണ്ണായി വാര്യർ. ആരെയും അനുകരിക്കാത്ത ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്നറിയപ്പെടുന്നത് ഉണ്ണായി വാര്യർ. 13 AD നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനം മണിപ്രവാളം. 13 AD നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനമാണ് മണിപ്രവാളം. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ നാരായണ മേനോൻ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ നാരായണ മേനോനാണ്. ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി മലയാളത്തിൽ കാൾ മാർക്സിൻ്റെ ജീവചരിത്രം രചിച്ചത് സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ള. ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി മലയാളത്തിൽ കാൾ മാർക്സിൻ്റെ ജീവചരിത്രം രചിച്ചത് സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ള ആയിരുന്നു. ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചിയിലെ രാജാവ് കേരളവർമ്മ ഏഴാമൻ. ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചിയിലെ രാജാവായിരുന്നു കേരളവർമ്മ ഏഴാമൻ. ചന്ദ്രൻ്റെ ഗ്രഹണത്തോത് അളക്കുന്ന സ്കെയിൽ ഡാഞ്ചൻ സ്കെയിൽ. ഡാഞ്ചൻ സ്കെയിലാണ് ചന്ദ്രൻ്റെ ഗ്രഹണത്തോത് അളക്കുന്ന സ്കെയിൽ. മാംസ്യത്തിലുള്ളതും എന്നാൽ അന്നജത്തിൽ ഇല്ലാത്തതുമായ ഒരു പദാർത്ഥം നൈട്രജൻ. നൈട്രജനാണ് മാംസ്യത്തിലുള്ളതും എന്നാൽ അന്നജത്തിൽ ഇല്ലാത്തതുമായ ഒരു പദാർത്ഥം. ശരീരത്തിൽ ജീവകങ്ങളുടെ ആധിക്യം നിമിത്തമുണ്ടാകുന്ന അവസ്ഥ ഹൈപ്പർ വിറ്റാമിനോസിസ്. ശരീരത്തിൽ ജീവകങ്ങളുടെ അതായത് വിറ്റാമിനുകളുടെ ആധിക്യം നിമിത്തം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ വിറ്റാമിനോസിസ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MP സിംഗ്. ഡോക്ടർ MP സിംഗ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നു. ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി വർഗീസ് കുര്യൻ. വർഗീസ് കുര്യനാണ് ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി. വൃക്കയുടെ അടിസ്ഥാന ഘടകങ്ങൾ നെഫ്രോണുകൾ. വൃക്കയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോണുകൾ. ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ്. എലിഫസ് മാക്സിമസ് എന്നതാണ് ഏഷ്യൻ ആനയുടെ ശാസ്ത്രീയ നാമം. ഓർഗാനിക് സംയുക്തങ്ങളിൽ ആവശ്യം ഉണ്ടായിരിക്കേണ്ട മൂലകം ഏതാണ്? കാർബൺ. ഓർഗാനിക് സംയുക്തങ്ങളിൽ ആവശ്യമുണ്ടായിരിക്കേണ്ട മൂലകമാണ് കാർബൺ. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ്. 1926 ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ME നായിഡു. 1926 ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ME നായിഡു ആയിരുന്നു. 1920 വടകര ആസ്ഥാനമാക്കി സിദ്ധസമാജം സ്ഥാപിച്ചത്
സ്വാമി ശിവാനന്ദ പരമഹംസൻ. സ്വാമി ശിവാനന്ദ പരമഹംസനായിരുന്നു 1920 വടകര ആസ്ഥാനമാക്കി സിദ്ധസമാജം സ്ഥാപിച്ചത്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത് മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഉത്തര കേരളത്തിലെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെട്ടത് മൂർക്കോത്ത് കുമാരൻ. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം അസ്തമിക്കും എന്ന് പറഞ്ഞത് സി കേശവൻ. ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം അസ്തമിക്കും എന്ന് പറഞ്ഞത് സി കേശവൻ. വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവ് പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവാണ് പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കർ. സംസ്ഥാനത്ത് ജനകീയാസൂത്രണ പദ്ധതി ആരംഭിച്ചത് 1996 ഓഗസ്റ്റ് 17. സംസ്ഥാനത്ത് ജനകീയാസൂത്രണ പദ്ധതി ആരംഭിച്ചത് 1996 ഓഗസ്റ്റ് 17 സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം കോൺഗ്രസുമായുള്ള ബന്ധം വിട്ട കെ കേളപ്പൻ ചേർന്ന രാഷ്ട്രീയ കക്ഷി കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം കോൺഗ്രസുമായുള്ള ബന്ധം വിട്ട കെ കേളപ്പൻ ചേർന്ന രാഷ്ട്രീയ കക്ഷിയായിരുന്നു കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. ഗുരുവായൂർ സത്യാഗ്രഹകാലത്ത് അനധികൃതമായി ക്ഷേത്രമണി അടിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹി പി കൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹകാലത്ത് അനധികൃതമായി ക്ഷേത്രമണി അടിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി മർദ്ദനമേറ്റ സത്യാഗ്രഹിയായിരുന്നു പി കൃഷ്ണപിള്ള. തിരുവിതാംകൂറിൽ അവർണർക്കും കഥകളി നടത്താനുള്ള അനുമതി നേടിക്കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. തിരുവിതാംകൂറിൽ അവർണർക്കും കഥകളി നടത്താനുള്ള അനുമതി നേടിക്കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം തലാമസ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണം ഹരിതകണം. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണമാണ് ഹരിതകണം. കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. കോശത്തിലെ ഊർജ നിലയം പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ലിവൻഹോക്ക്. ലിവൻഹോക്കായിരുന്നു ബാക്ടീരിയയെ കണ്ടുപിടിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് പി കെ ബാവ. കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് പി കെ ബാവയായിരുന്നു. ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രി രാജ്കുമാരി അമൃത് കൗർ. ആദ്യത്തെ കേന്ദ്ര വനിതാ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു രാജ്കുമാരി അമൃത് കൗർ. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2 പാർട്ട് 2-വിൽ അനുച്ഛേദം 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പ്രധാനമായും സോഫ്റ്റ് ഡ്രിങ്കുകളിലും ജാമുകളിലും പുളിരുചി കിട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഫോസ്ഫോറിക് ആസിഡ്. പ്രധാനമായും സോഫ്റ്റ് ഡ്രിങ്കുകളിലും ജാമുകളിലും പുളിരുചി കിട്ടാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഫോസ്ഫോറിക് ആസിഡ്. വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് പ്ലെക്സി ഗ്ലാസ്. വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് അറിയപ്പെടുന്നത് പ്ലെക്സി ഗ്ലാസ് എന്നാണ്. മത്സ്യം അഴുകിപ്പോകാതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന നിരോധിക്കപ്പെട്ട രാസപദാർത്ഥം ഫോർമാൽഡിഹൈഡ്. മത്സ്യം അഴുകിപ്പോകാതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന നിരോധിക്കപ്പെട്ട ഒരു രാസപദാർത്ഥമാണ് ഫോർമാൽഡിഹൈഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലം നെയ്വേലി. തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്നത്. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങൾ അറിയപ്പെടുന്നത് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ, റിഫ്ലക്സ് ആക്ഷൻ. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ.
മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമോ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമോ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ സിലിയറി പേശികൾ. നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സിലിയറി പേശികൾ. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശ സമൂഹം ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശ സമൂഹമാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോൺ മെലാട്ടോണിൻ. മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണാണ് മെലാട്ടോണിൻ. ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു. ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുകയാണ് ചെയ്യുന്നത്. ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുള്ള ഓക്സൈഡുകളെ വിളിക്കുന്നത് ആംഫോടെറിക്. ആംഫോടെറിക് എന്നാണ് ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുള്ള ഓക്സൈഡുകളെ വിളിക്കുന്നത്. അന്തരീക്ഷവായുവിൽ നൈട്രജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഓക്സിജൻ. അന്തരീക്ഷവായുവിൽ നൈട്രജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഓക്സിജനാണ്. മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പോളിവിനൈൽ ക്ലോറൈഡ്. പോളിവിനൈൽ ക്ലോറൈഡാണ് മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. ഒരു മൂലകം തന്നെ പ്രകൃതിയിൽ വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസം രൂപാന്തരത്വം അല്ലോട്രോപ്പി. ഒരു മൂലകം തന്നെ പ്രകൃതിയിൽ വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് അലോട്രോപ്പി അഥവാ രൂപാന്തരത്വം എന്നാണ്. HIV അണുബാധ തടയാനുള്ള കുത്തിവെപ്പ് ലെനാകപാവിർ. ലെനാകപാവിർ എന്ന കുത്തിവെപ്പാണ് HIV അണുബാധ തടയാനുള്ള കുത്തിവെപ്പ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ മാർസ് ഒഡീസി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്ററാണ് മാർസ് ഒഡീസി. UPI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആദ്യ തെക്കേ അമേരിക്കൻ രാജ്യം പെറു. UPI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആദ്യത്തെ തെക്കേ അമേരിക്കൻ രാജ്യമാണ് പെറു. ഇന്ത്യക്ക് പുറത്ത് ആദ്യത്തെ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യം മൗറീഷ്യസ്. ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് മൗറീഷ്യസിൽ ആണ്. ലോകത്താദ്യമായി ചന്ദ്രൻ്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന. ചൈനയാണ് ലോകത്താദ്യമായി ചന്ദ്രൻ്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ചൈനയുടെ പേടകം ചാങ്-ഇ 6. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ചൈനയുടെ പേടകമാണ് ചാങ്-ഇ 6. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ശിപായി ലഹള എന്നും അറിയപ്പെടുന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ശിപായി ലഹള എന്നും അറിയപ്പെടുന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നത് 1857 സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്നു വെല്ലസ്ലി പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. സരോജിനി നായിഡുവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യത്തെ ഇന്ത്യൻ വനിത. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.